ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ 2 ബർത്ത്ഡേ ഉണ്ടെന്നാണ് പറയാറുള്ളത്. ഒന്ന് ദ ഡേ യു ആർ ബോൺ ആൻഡ് ദ ഡേ യു ഫൈൻഡ് ഔട്ട് വൈ. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ഡേ യു ആർ ബോൺ, നമ്മൾ ജനിച്ച തീയതി ചോദിച്ചാൽ ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് മറുപടി പറയാൻ പറ്റും. ഡേറ്റും മന്തും ഇയറും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയും. പക്ഷെ രണ്ടാമത്തെ ചോദ്യമുണ്ട്, അത് ഒരു 1.5 ചോദ്യമാണ്. നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മൾ ജനിച്ചതിൻ്റെ പേർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയുന്നൊരു ദിവസം. അത് തിരിച്ചറിയാൻ കഴിയുന്നത് പോസിബിൾ ആണോ ഇല്ലയോ? അതായത് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പേരേ വരത്തുള്ളൂ. അതുപോലെ ഗാനഗന്ധർവൻ ആരെന്ന് ചോദിച്ചാൽ ഒരു പേരേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ പറ്റുമോ, എല്ലാവർക്കും യേശുദാസ് ആവാൻ പറ്റുമോ? പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ആവാൻ കഴിയില്ല. പക്ഷെ ഓരോരുത്തരും യുണീക്കാണ്, ഓരോ വ്യക്തിയും യുണീക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അത് കണ്ടെത്തുന്നതിലൂടെയാണ് നമ്മളൊരു പർപ്പസ്ഫുൾ ലൈഫിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഇത് നമ്മളോട് തന്നെ ചോദിക്കണം. ഒന്നുകിൽ നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ കഴിയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് അത് തിരിച്ചറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആവാം, ചിലപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് ആവാം. അവർക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഒരു കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. പക്ഷേ ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സ്വയം നമ്മുടെ സ്ട്രെങ്ത് എപ്പോൾ തിരിച്ചറിയാൻ കഴിയുമോ അതിനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു ആൻസർ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, വാട്ട് യു ലവ് ടു ഡു വിത്തൗട്ട് ഫോഴ്സ് എന്നാണ്. അതായത് മറ്റൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ രണ്ടാമതായിട്ട് നമ്മുടെ പർപ്പസ് തിരിച്ചറിയാൻ പറ്റുന്ന രണ്ടാമത്തെ മാർക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ദ വേൾഡ് നീഡ്സ്. എന്താണ് ഈ വേൾഡിന് വേണ്ടത്, നമ്മുടെ ഈ സൊസൈറ്റിക്ക് എന്താണ് വേണ്ടത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരു മാർക്കറ്റ് ഡിമാൻഡ് കൂടി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ പർപ്പസ് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോയാലും അത് മാർക്കറ്റിൽ കൂടി ഡിമാൻഡ് ഉണ്ടോ ഇല്ലയെന്നും കൂടി നമ്മൾ നോക്കണം. അതായത് സൊസൈറ്റി കൂടി അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് കൂടി തിരിച്ചറിയണം. ചിലർ ചിന്തിക്കാറുണ്ട്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ 3-4 ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ കണ്ടെത്തി ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ ശരിക്കും 2 ടൈപ്പ് ലൈഫേ ഉള്ളൂ. ഒന്ന് പർപ്പസ്ഫുൾ ലിവിങ് അല്ലെങ്കിൽ ക്യാഷ്വൽ ലിവിങ്. ഈ 2 ലൈഫേ ഉള്ളൂ. നമ്മൾ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാലും ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാലും ഈ 2 തരത്തിലായിരിക്കും അവരുടെ ലൈഫ്. അപ്പോൾ ഇതിൽ പർപ്പസ്ഫുൾ ലൈഫിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ക്യാഷ്വൽ ലിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് ലോൺ എടുക്കുക, ലോൺ അടയ്ക്കുക, കണ്ണടയ്ക്കുക എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയാറുണ്ട്, ഇനി ഏജ് 50 കഴിഞ്ഞ്, ഇനി 60 കഴിഞ്ഞു, ഇനി എന്ത് പേർപ്പസ്, ഇനി ലൈഫിൻ്റെ പേർപ്പസൊക്കെ തിരക്കി നടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ബട്ട് ഫ്രണ്ട്സ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതായത് ഇഫ് യു ആർ ബ്രീത്തിങ് യു ആർ നോട്ട് ലേറ്റ് എന്ന്. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നാണ്. അപ്പോൾ ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ പേർപ്പസ്, ഫൈൻഡ് ഔട്ട് യുവർ പേർപ്പസ് ആൻഡ് ലീവ് എ purposeful life. Live for a purpose. Live for a purpose. Each day is a new opportunity to make a difference. Live for a purpose. Thank you, friends. See you in the next video.